ஹலோ மக்களே! வெல்கம் பேக் டூ அவர் சேனல். இன்னைக்கு இந்த வீடியோல எத பத்தி பார்க்க போறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம சேட்டன் ஜெயசூர்யாவோட வந்து பார்த்தீங்கன்னா, ஆடு 2ல தான் வந்து பார்த்தீங்கன்னா, ஒரு காமெடி சீன்ஸ் வந்து நம்ம ரியாக்ட் பண்ண போறோம். நம்ம ஜெயசூர்யா சார் வந்து பார்த்தீங்கன்னா வந்து நெறையா மூவி வந்து பார்த்தீங்கன்னா, நம்ம வந்து கவர் பண்ணியிருக்கோம். ஆ உதாரணத்துக்கு வந்து பார்த்தீங்கன்னா, அந்த புலிவால் காமெடி, அதுக்கப்புறம் வந்து பார்த்தீங்கன்னா வந்து ஜதிகத ஜந்து. அடாடாடா! ஜதிகத ஜந்து என்ன காமெடி அம்மாடி! வேற லெவல்ல விழுந்து விழுந்து சிரிச்சிருப்பேன். அந்த சலீம்குமார் சார் வந்து பார்த்தீங்கன்னா, அந்த அந்த பேய் வேஷம் போட்டுக்கிட்டு ஐயோ! செம்ம விழுந்து விழுந்து சிரிச்சிருப்போம். பார்க்காதவங்க கண்டிப்பா போய் பாருங்க. வேற லெவல்ல இருக்கும். அது தொடர்ந்து பார்த்தீங்கன்னா, நம்ம ஜெயசூர்யா சார் இந்த ஆடு 2ல வந்து பார்த்தீங்கன்னா, அவரு இல்ல. அவரு கூட இருக்கிறவங்க என்ன காமெடி பண்ணியிருக்காங்கன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அத பத்தி பேசுவோம். வீடியோக்குள்ள போறதுக்கு முன்னாடி நீங்க இன்னும் யாரும் நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணா கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இந்த வீடியோக்கு மறக்காம கண்டிப்பா ஒரு லைக் பண்ணுங்க. இப்ப வாங்க வீடியோக்குள்ள போலாம். കർത്താവേ ആശുപത്രിയിലായിരിക്കും ബെല്ലി കൊടുക്കാൻ പറ്റുന്നത്. ഹലോ കള്ള രാജ്യദ്രോഹി പാപ്പ, ഈ കളിച്ച് ഇന്റർനാഷണൽ അതുകൊണ്ടോ അല്ലടാ. അയ്യോ സാറേ, എനിക്ക് ലാസറുമായിട്ടൊന്നും ബന്ധമില്ല. അവര് നമ്മളെ പിള്ളേരെ പിടിച്ചു വെച്ചാൽ നീ കള്ളനോട് അടിയോല്ലടാ. അത് മാറുടെ കയ്യിൽ നോട്ടില്ലാത്ത ഈ കാലത്ത് കളരോട്ടോ. മര്യാദക്ക് നീ എവിടാന്ന് വെച്ചാ അവിടെ നിന്നോ. എന്നിട്ട് ഞാൻ വരുമ്പോ ആ കമ്മട്ടിപ്പാടം എടാ, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒറ്റമൂലിന്നും പറഞ്ഞ് മേടിച്ചത് കമ്മട്ടായിരുന്നു. ഹലോ, വണ്ടി അങ്ങോട്ട് ഷാജി കേട്ടു. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. മെസ്സേജ് വന്നിട്ടുണ്ട്. അയ്യോ കർത്താവേ, തന്നെ രാജ്യദ്രോഹി എന്നൊക്കെ പാപ്പ, നമ്മളിത്ര അവിടുത്തെ ഫേമസ് ആയ കർത്താവേ, നമ്മള് പോലീസ് ഓടിക്കുന്നാണോ തോന്നുന്നത്. വണ്ടി എടുക്കും പാപ്പ. 50,000 നമ്മളെ പറ്റിച്ച് അവന്റെ എടുക്കുന്ന കമ്മട്ട് നമുക്ക് തിരിച്ചു പഠിക്കണം. നീ കുറെ പുരാവസ്തു ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാന്നാടാ ഞാൻ. ഉണ്ടായാ മതിയായിരുന്നു അവിടെ. ഇന്ന് ബാങ്കുകളിലൂടെ വിതരണത്തിനെത്തിയ പുതിയ 500 രൂപ നോട്ടിന്റെ ഡിസൈൻ ചോർന്നുവെന്ന് നമ്മുടെ ഇട്ടവിടുത്തിരുന്ന് കളിച്ചോണ്ടിരുന്നമാരല്ലേ? അതെ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തിനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്. എല്ലാ വളർച്ച കൈമാറുന്ന ഫോട്ടോ ഇന്റലിജൻസ് പുറത്തുവിട്ടു. ഈ ഫോട്ടോയിൽ ഷാജിപാപ്പനല്ലേ സംസ്ഥാന സർക്കാരിനെ പ്രതികൂട്ടിൽ ആക്കിയിരിക്കുകയാണ്. രാജ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്യണമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷം. അങ്ങനെ ആവുമ്പോ ആർക്കും ഡൗട്ട് അടിക്കൂല. കള്ളനോട്ട് അടിക്കുന്ന സാധനം ഒന്നായി പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പറഞ്ഞ അയാൾക്ക് പിന്നെ നോട്ട് അടിക്കാൻ പറ്റുമോ? കുറച്ചോനെ ആ ഇരുമ്പിക്ക് അവിടെ ഉണ്ടാവണേ. ആംബുലൻസിൽ പോയത് ഇരുമ്പുള്ളിയുടെ ഡ്രൈവർ തന്നെയല്ലോടാ. ആണല്ലോ പാപ്പ. അങ്ങനെ കഞ്ഞു പോയോ? അല്ല ഷായിട്ടാ, ഇനിയിപ്പോ ഇരുമ്പ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി ആംബുലൻസ് മുങ്ങി നടന്നു. ശരിയാ, വണ്ടി തിരിക്കോപ്പാ. தலைவரை ഹൈഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ലോറിയുടെ പുറത്തോണ്ട് കെട്ടിയിരിക്കും. ആ ഡ്രൈവർക്ക് നല്ല മനസ്സൊന്നും ഇറക്കി വിട്ടതുകൊണ്ട് ബാക്കിയാണ്. അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയി ഇറങ്ങേണ്ടി വന്നത്. കഴുത ഇനി ഒന്നും നോക്കണ്ട. അവരെ കണ്ടുകഴിഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ല. നിന്നൊക്കെ തീറ്റി പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. Any doubts? Sir. Yes. ഒരു സംശയം. Yes, tell me. Ask me. സംശയം എന്തും നല്ലതാണ്. ഈ തൃശ്ശൂർ പൂരത്തിന് അത്ര ആനകളുടെ ഇടയ്ക്ക് നമ്മുടെ 3 ആനയെ കൊണ്ട് നടത്തിയ കച്ചവടം നടക്കും. അയ്യോ பாம்பு உள்ளவா മുട്ടപ്പൊട്ടിയും പഞ്ചസാര கரெக்டா ஆம்புலன்ஸும் வருது கரெக்டா. ஐயோ மம்முக்கோயா என்னாச்சு?
അയ്യോ കൊച്ച്. ആരാണ്? എന്താണ്? മാണ്ട മാണ്ടേ? അതെന്താണ്? തരൂല. തരൂലെന്നാ? എന്ത് തരൂലെന്ന്? ആ കൊച്ച്. ഇത് മറ്റേ പണയം വെച്ച ബുള്ളറ്റ് അല്ല, വാനാ. എന്റെ പൊന്നിക്ക ഫോൺ കട്ടി പോലീസാണ് ട്രേസ് ചെയ്യും. ഓ അയ്യോ. ബ്ലഡി ഗ്രാമവാസീസ്. ഓ ഞങ്ങള് തരേണ്ട ചവിട്ട് ആ വെടിവെപ്പാരൻ നരിക്കിട്ട് തന്നത്. താൻ എന്നാ പറഞ്ഞത്? പുരാവസ്തുവിനോട് തനിക്ക് ഭയങ്കര മുഹബത്താണെന്നറിയോ? മുഹബത്തിന്റെ കാശ് എല്ലാം പോയി മക്കളെ. എല്ലാം കൊണ്ടായി. അത് ആംബുലൻസില്. ആംബുലൻസിലോ? അപ്പൊ വണ്ടി കയറാം. ഷാജി ഞാനും വരാം. അപ്പൊ ഒന്ന് ഈ സാധനത്തിന് അങ്ങോട്ട് കളയാം. ഇതെല്ലാം തല്ലു ഒഴിവാക്കാം. അയ്യോ. നമ്മള് കമ്മട്ടും പോയല്ലോ. ആഹാ, എനിക്കിനി പിന്നെ ആർക്കും വേണ്ട. ഞാൻ ശരിയാക്കി തരാം. അൽപായസായി പോയല്ലോ എന്റെ തൊപ്പി. കൂടെ കുറെ മണ്ടന്മാരും. ഞാൻ എന്ത് ചെയ്യും? എന്റെ തൊപ്പി എന്റെ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് സാറ് ജയിലിലാവുമല്ലോ ഓർത്ത് കരഞ്ഞതാ. കുടിക്കാട്ടിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായിപ്പന്റെ കോണോ മാറിയ കഥ. അതപ്പോ ഒറ്റ ട്രൂ കോളർ ഇരുമ്പ് അബ്ദുള്ള. ഏത് മരണം? ഷമീർ, ഇതൊരു അനാനിമസ് കോളാണ്. പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. താൻ പേര് പറയണ്ട, കാര്യം പറഞ്ഞാ മതി. ആ ഷാജി പാപ്പനും പിള്ളേരും ഇപ്പൊ ആ കള്ളക്കമ്മട്ടായിട്ട് കുളമാവ് ഡാമിന്റെ മോളിൽ കൂടെ മേലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ പോയാ ഞാൻ പിടി ഉണി നീ ഇപ്പിടിன்னு சொல்லிட்டு போய்கிட்டு இருக்கு. എന്നാലും ഷാജിയേട്ടാ ഈ വെസ്റ്റിന്റെ കാട്ടുപോകുന്നതിന് ഇതിനിടയ്ക്ക് കയറി. കഷ്ടകാലം വരുമ്പോ എല്ലാ നാളുകളും വണ്ടിയും പിടിച്ചിങ്ങ് വരുമല്ലോ. വണ്ടി വിട് പാപ്പാ. എടാ ആംബുലൻസാ, ഇനി വിട്ടുപോയി എല്ലാം കൂടി അതിനകത്ത് കൊണ്ട് വരും. പാപ്പാ വണ്ടി നിർത്തിക്കേ. എന്നാടാ ഉള്ള വിട്ടു. അയ്യോ മറിച്ച് കളയട്ടെ. My sweetheart, my sweetheart. Come on boys, drive fast. Okay, dude. ഓ അയ്യോ. ആരാ പാപ്പന്റെ വണ്ടി കോട്ടം വെച്ചത്? ഇറങ്ങി അടി പാപ്പ. ഷാജി പാപ്പനെ ഇറങ്ങി വേടാ. നമ്മളാ ചെയ്തെന്ന് മനസ്സിലായി കാണുമായിരിക്കുമല്ലേ? തിരിച്ചു വന്നില്ലേ ബോഡി വീട്ടിലെത്തിക്കണേടാ. റീത്ത് പറയട്ടെ പാപ്പ. ഇതെന്നാ ഉതുപ്പച്ചായ കൊള്ളക്കാരെ പോലെ കൊള്ളക്കാരൻ. മറ്റേ സംഭവത്തിന് ശേഷം പ്രതിപക്ഷം പൊതുരെ തല്ലി. അങ്ങനെ 3 ആഴ്ച ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് പോലീസുകാര് പൊക്കിക്കൊണ്ടുപോയി കുറച്ചു ദിവസം ജയിലിലിട്ടു. മാത്രമല്ല എന്റെ വിഗ്രഹമാര് കത്തിച്ചളഞ്ഞു. കിളിവാതില് പോയി. നീ സ്റ്റെല്ലയോട് പറയണം, അത് പഴയ ജീപ്പായതുകൊണ്ടാണ് ബ്രേക്ക് പോയതെന്ന്. അതാണ്ടേ വണ്ടി എടുത്തു കൊണ്ടുവരുന്ന വഴിയാ. ഈ വണ്ടിയിൽ എവിടെ ചവിട്ടിയാലും ബ്രേക്കാൻ. സ്റ്റെല്ലയ്ക്ക് കൊടുക്കണം. പുതുപ്പച്ചാന്റെ കുഴലപ്പോ കൊടുക്കാം. എല്ലാരും അറിയട്ടെ. കൊടുക്കാൻ വേണ്ടി തന്നതാ.
சூப்பர், சூப்பர், சூப்பர். புலிவால் கல்யாணம், அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, சதிக சந்து. அதுக்கப்புறம் வந்து பார்த்தீங்கன்னா, அல்டிமேட் காமெடியா வந்து பார்த்தீங்கன்னா, இந்த ஆடு 2ல வந்து பார்த்தீங்கன்னா, எத்தன காமெடி சீன் இருக்குன்னு சொல்லிட்டு நம்மளுக்கு தெரியல. ஒரு சின்ன சீன் தான் வந்து பார்த்தீங்கன்னா, நம்ம ரியாக்ட் பண்ணியிருப்போம். அதுல வந்து பார்த்தீங்கன்னா வந்து, அப்ப கள்ளநோட்டு குடுத்து வந்து பார்த்தீங்கன்னா, மம்முக்கைய வந்து ஏமாத்திருப்பாராட்டுக்கு. அவர பிடிக்க வந்து போயிட்டுருக்காங்க. அவரு சர்ச்சுல வந்து பார்த்தீங்கன்னா, கீழ தள்ளிவுட்டு ஜெயசூர்யா சார் வந்து ஏத்தாமயே வந்து போயிருப்பாங்க. டக்குனு வந்து பார்த்தீங்கன்னா, குறுக்க கார் நிப்பாட்டி, அவரு வந்து ஏதோ ஒண்ணு சொல்லப் போறாருன்னு பார்த்தா, என் பொண்ணுக்கு எதுக்கோ வந்து குடல் வந்து அந்த குடலப்பழம் வந்து மறந்துருச்சு. அது குடுக்கன்னு சொல்லிட்டு வந்து போயிருப்பாங்க. அவரு வந்து பார்த்தீங்கன்னா வந்து ஜெயிலர் படத்துல நடிச்சிருப்பாரு. அவரு பேர் கூட என்னன்னு சொல்லிட்டு எனக்கு டக்குன்னு வந்து ஞாபகம் வர மாட்டேங்குது. அவரு வந்து பார்த்தீங்கன்னா வந்து அந்த மூவில வந்து பார்த்தீங்கன்னா, அல்டிமேட்டா நடிச்சிருப்பார். இந்த மூவில வந்து காமெடியா வந்து ரோல் வந்து பண்ணியிருப்பார்ன்னு சொல்லிட்டு நெனைக்கிறேன். ஓகே, இந்த வீடியோ வந்து கண்டிப்பா உங்களுக்கு பிடிக்கும்னு நெனைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணிட்டு கண்டிப்பா இந்த வீடியோ வந்து ஷேர் பண்ணுங்க. சப்ஸ்கிரைப் பண்ணாம நீங்க பார்த்துட்டு இருக்கீங்கன்னா, கண்டிப்பா சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. இது போல நல்ல வீடியோல நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.